രാജസഭയിലേക്ക് അനുവാദമില്ലാതെ കടന്നു വന്ന ഇവളാരെ? രാജ്ഞിയുടെ ചിലമ്പ് മോഷ്ടിച്ചെന്ന് കള്ളം പറഞ്ഞ് നിന്റെ ഭടന്മാർ തെരുവിലിട്ട് വധിച്ച കോവലന്റെ అమ్మమ్మకి కొడుతుட்டு వా ఇద్దరు అమ్మమ్మకి తీసుకొచ్చి మనదే నెక్స్ట్ സർവസാക്ഷി സൂര്യദേവ ചൊൽകെന്റെ കാന്തൻ കള്ളനാടോ ചൊൽകെന്റെ കാന്തൻ കള്ളനാടോ. നോം കള്ളം പറഞ്ഞു വന്നു. അസംഭവ്യം. അഗതിക്കവലംബമാകേണ്ട മന്നത് അനുചിത വിധി ചൊല്ലിക്കൊന്നുവെന്നോ. ആലംബഹീനയാം പെൺമണിയെ വൈദവ്യമേകി തകർത്തുവെന്നോ. അവർക്ക് കൊടുത്തിട്ട് വാ. ജന്മമീതാർക്കു വേണ്ടേ ഇനി എന്റെ കർമ്മമീതാർക്കു വേണ്ടേ. చెప్పు నెక్స్ట్ మాది ఇదే అని. ആദിത്യദേവൻ തെളിഞ്ഞു നിൽക്കെ അനീതിയാൽ ധർമ്മം മരിക്കുകയോ അധർമ്മം കൊടി കുത്തി വാഴുകയോ. അഴകുള്ള പാണ്ഡ്യ അറിവുള്ള പാണ്ഡ്യ ആകാശം മുട്ടേ പുകഴ്പെറ്റ പാണ്ഡ്യ. അന്ധകാരത്തിലാണ്ടുപോയി നീ നീതി കെട്ട പാണ്ഡ്യ. നീരു കാണാതെ ശിക്ഷയേകി വിപരീത രാജനീതി. എങ്കിൽ പറയൂ കണ്ണകി, മഹാറാണിയുടെ മുത്തുകൾ നിറച്ച ചിലമ്പിന് പകരം സത്യം തെളിയിക്കാൻ നിന്റെ കൈവശം എന്താണുള്ളത്? രാജ്ഞിയുടെ ചിലമ്പിൽ മുത്താണെങ്കിൽ ഇതാ എന്റെ ചിലമ്പിൽ മാണിക്യമാണ്. മാണിക്യം. മാണിക്യമോ? നിന്റെ ചിലമ്പിലോ മാണിക്യം? പരിഹസിക്കാതെ പാണ്ഡ്യ. രാജ്ഞിയുടെ മോശം പോകാത്ത ഇണച്ചിലമ്പെടുത്താലും ആരവിടെ? తిరి కానీ మళ్ళీ పాడలేవు. అమ్మమ్మని తిరివా తిని అందుకే నేను చెప్పాను రా నా దగ్గర అని. നീ കാണുന്നില്ലേ അമൂല്യങ്ങളായ ഈ മുത്തുകൾ? കോവലന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത ചിലമ്പുടയ്ക്ക് കണ്ടില്ലേ പാണ്ഡ്യ? മാണിക്യം. മാണിക്യമാണ് ചിതറിയത്. ഇനി എന്താണ് അങ്ങേക്ക് ന്യായീകരിക്കാനുള്ളത്? കണ്ണു തുറന്നു നോക്കൂ പാണ്ഡ്യ. ഇതാ